ദിവസം കൊണ്ട് ചെയ്തെടുക്കേണ്ട ഒരു വർക്കാണ് കേട്ടോ ഈ കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ എനിക്കിതിൻ്റെ ഷോൾഡറിന് ഒരു മുട്ടം പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഷോൾഡർ തെറ്റാതെ ഒരൊറ്റ മിനിറ്റ് കൊണ്ട് നമുക്ക് ശരിക്കും ഷോൾഡർ എങ്ങനെ പിടിപ്പിക്കാമെന്നുള്ളത് കൂടി ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. നല്ല ഹെവി വർക്കിൽ ചുരിദാറിൻ്റെ മെറ്റീരിയൽ കേട്ടോ, ഫുള്ള് സ്റ്റോൺ വർക്ക് ഉണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഫ്ലവറൊക്കെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഫ്ലവറൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കട്ട് ബീഡ്സ് കൊണ്ട്. അങ്ങനെ ചെയ്ത് നല്ല ഭംഗിയിൽ ചെയ്തൊരു വർക്കാണ് കേട്ടോ. കണ്ടല്ലോ, ഇതിന്മേലൊക്കെ ഒരു മുത്ത് ഒട്ടിച്ചിട്ടുണ്ട് പുറമെ. നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷേ ഈ ഒരു ചുരിദാർ കൊണ്ട് എനിക്കൊരു മുട്ടം പണിയും കിട്ടിയിട്ടുണ്ട്. അതും കൂടെ കേട്ടോ ഈ വീഡിയോയിൽ പറയണേ. ഇതൊരേ സെയിം ഏകദേശം ഒരു ചേഞ്ച് വരുന്ന പോലത്തിൽ രണ്ടാമത്തതാണ് കേട്ടോ. ഇത് മൂന്ന് മോഡലാണുള്ളത്. മൂന്നും ചുരിദാറാണ്. നല്ല സൽവാറിൻ്റെ ഫുൾ സെറ്റാണ് വരുന്നത്. നല്ല ഹെവി വർക്കാണ് തായ് ഭാഗത്ത് വരുന്നത്. അതുതന്നെയാണ് ഈ ചുരിദാറിൻ്റെ ഹൈലൈറ്റ് കേട്ടോ. കണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ വർക്ക് ഉണ്ടല്ലേ, വർക്ക് കണ്ടാൽ തന്നെ നമുക്ക് അത്രക്കും ഇഷ്ടമായി പോകും. അങ്ങനത്തെ വർക്ക് കഴിഞ്ഞിട്ടോ. ഇത് കൊണ്ടുവന്ന് വെച്ച് കണ്ടപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. ഇനി സ്റ്റിച്ച് ചെയ്യാൻ വേറെ കസ്റ്റമർക്ക് കൊണ്ടുവന്നതാണെങ്കിലും നമുക്കൊരു നോട്ടുണ്ടല്ലോ പെണ്ണുങ്ങളായാലും, ഇതിങ്ങനെ ഭംഗിയുണ്ടോ നമുക്കൊരു പിടിച്ച് നോക്കലുണ്ടല്ലോ. അപ്പോൾ അത്രക്കും എല്ലാവർക്കും ഇഷ്ടമായത്. ഇനി ഇത് മൂന്നാമത് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയാണിത് സ്പീഡ് ചെയ്തത് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞുതരാം കേട്ടോ. ഒറ്റയടിക്ക് ചെയ്യാനുണ്ട്. ആദ്യം തന്നെ ഞാൻ മെറ്റീരിയലിൻ്റെ ലൈനിങ് ക്രേപ്പായത് കാരണം കറക്റ്റ് വെച്ചിട്ട് വരച്ച് ഒരു ലൈനിങ്ങിൽ വെച്ച് കറക്റ്റ് അളവും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കട്ട് ചെയ്യാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അളവെടുക്കണമെന്ന് ഇതിൽ കാണിക്കണില്ല. ചുരിദാറിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, ഐക്കണിൽ മുകളിൽ കൊടുക്കട്ടോ. അത് തൊട്ടാൽ നിങ്ങൾക്ക് ചുരിദാറിൻ്റെ ഫുൾ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ കാണാം. അപ്പോൾ ഇത് ഒന്ന് കട്ട് ചെയ്ത് ഇനി അത് കറക്റ്റായിട്ടിട്ട് ക്രീപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നീങ്ങും. അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റായി ചെയ്ത ശേഷം ഒന്ന് റെഡിയാക്കിയിട്ടാണ് കേട്ടോ ചെയ്യണത് ആദ്യം. അതേപോലെ തന്നെയാണ് ഇത് ആദ്യം വെട്ടിയത് വെച്ച് ഇതിന്മേൽ വരച്ചെടുത്ത് പിന്നെ നമുക്ക് അളവോ കാര്യങ്ങളൊന്നും എടുക്കണ്ടല്ലോ. കോട്ടൺ ആണെങ്കിൽ നമുക്ക് 3 ഒപ്പിട്ട് കട്ട് ചെയ്യാം. ഇത് ക്രീപ്പ് ആയതുകൊണ്ടാണ് ഓരോന്നിട്ട് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അളവും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ ഓപ്പണിനുള്ള പോയിൻ്റ് കൊടുത്തില്ല. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഇനി അതേപോലെ തന്നെ മൂന്നാമത്തതും മടക്കിയിട്ട് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്ത അതേ ഡ്രസ്സ് അതിൻ്റെ മേലോട്ട് വെച്ചിട്ട് കറക്റ്റായിട്ട് അതും അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഉണ്ടല്ലോ, അതേപോലെ കറക്റ്റായിട്ട് വരച്ചെടുത്ത ശേഷം നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ സ്റ്റിച്ചൊക്കെ ചെയ്ത് വന്നപ്പോൾ എനിക്ക് കിട്ടിയൊരു മുട്ടൻ പണിയാണിത്. കണ്ടല്ലോ, ഷോൾഡർ തല തിരിഞ്ഞു. പറയുമ്പോൾ നമ്മൾ എപ്പോഴും സ്റ്റിച്ച് ചെയ്യുന്ന കാര്യമാണ് ചുരിദാർ. എന്നിട്ടും ഷോൾഡർ തല തിരിഞ്ഞ് പോയി. എങ്ങനെ നോക്കിയാലും ഷോൾഡർ കറക്റ്റ് ചെയ്ത് കിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് ഞാനിതിൽ ഷോൾഡർ കറക്റ്റ് ചെയ്തത് എന്നുള്ള ഒരു ടിപ്പും കൂടെ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. എങ്ങനെയാണ് അങ്ങനെ തിരിഞ്ഞ് പോകാതെ വെക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്തത് എന്നുള്ളതാണ് കേട്ടോ ഈ കാണിക്കുന്നത്. ആദ്യം ഞാനതൊക്കെ തുന്നൊക്കെ കഴിച്ചെടുത്ത ശേഷം കറക്റ്റായിട്ട് ഇടുകയാണ് കേട്ടോ ചെയ്യുന്നത്. രണ്ട് സൈഡും കറക്റ്റായിട്ട് കഴിച്ചെടുക്കണം. അല്ലാഞ്ഞാൽ ഇതിപ്പോൾ ആദ്യം മറിഞ്ഞു പോയില്ലേ. അപ്പോൾ ഒരു സൈഡിൻ്റെ തന്നെ വെച്ച് നിന്നിട്ട് രണ്ട് സൈഡിനും ആ മറിച്ചിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണെന്നൊരു പിടുത്തം കിട്ടണില്ല. പിന്നെ ഇതിൻ്റെ ബാക്കിലുണ്ടല്ലോ, ബാക്ക് ഭാഗത്ത് കൊടുത്ത ഫേസിങ്, അതായത് നമ്മൾ മറിച്ചടിക്കാൻ വേണ്ടി കൊടുക്കുന്ന ക്ലോത്തില്ലേ, അത് ഞാൻ ആദ്യം തന്നെ ലൈനിങ്ങുമ്മൊക്കെ ടച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം ഈ തയ്യൽ തുമ്പ് ഫുൾ ഉള്ളിൽ പോകേണ്ടതുകൊണ്ട് തന്നെ ലൈനിങ്ങിൻ്റെ ഉള്ളിലാണ് ഇത് വെച്ച് കൊടുക്കുന്നത്, അല്ലാതെ ഫേസിങ്ങിൻ്റെ ഉള്ളിലല്ല. ലൈനിങ് ഇല്ലാതെ ചെയ്യുമ്പോൾ നമ്മൾ ഫേസിങ്ങിൻ്റെ ഉള്ളിലാണ് വെക്കുക. ഫേസിങ്ങിൻ്റെ ഉള്ളിൽ മാത്രമായി വെച്ചാൽ അത് പുറത്തേക്ക് കാണും തയ്യൽ തുമ്പ്, കുറച്ച് സ്ഥലം ഫേസിങ് ഇല്ലാത്ത സ്ഥലം. അപ്പോൾ ലൈനിങ്ങിൻ്റെ ഉള്ളിലേക്കായി വെച്ചാൽ ഫുള്ള് ലൈനിങ്ങിൻ്റെ ഉള്ളിൽ മറിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് ചെയ്തത്. അതാണ് എനിക്കങ്ങനെ ചെറുതായിട്ട് പാക്കാനുള്ള കാരണം കേട്ടോ. അപ്പം ഇനി എങ്ങനെയാണ് അങ്ങനെ പാക്കാതെ ചെയ്യാന്നുള്ളതും കൂടെ എനിക്ക് ഇതിൽ കാണിക്കണേ. ഇത് 3 വർക്ക് ചെയ്യാണ്ടായിന് ഞാൻ ഓരോന്നും ഒപ്പത്തിന് കുറച്ച് സ്പീഡ് കൂട്ടി ചെയ്തതാണ്. കാരണം ഒറ്റ ദിവസം കൊണ്ട് തന്നെ 3 കൊടുക്കണം. 3 നല്ല ഹെവി വർക്കും ആയിരുന്നു. നല്ല തായ് ഭാഗത്തൊക്കെ നല്ല ഹെവി വർക്കുള്ള അത്യാവശ്യം ഇങ്ങനെ മിനുങ്ങി പോണ തുണിയേനി. അതുകൊണ്ട് തന്നെ കുറച്ച് ഗതി ഇട്ടിട്ടുണ്ട് കേട്ടോ അത് ചെയ്യാൻ. അപ്പോൾ ഇതൊക്കെ സ്റ്റിച്ചൊക്കെ അയച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നേർത്തിട്ടിട്ട് കാട്ടിത്തരാം കേട്ടോ. രണ്ടിൻ്റെയും നല്ല ഭാഗം മുകൾക്കാക്കിയിട്ട് രണ്ടും നെറുക്ക് വരുന്ന കോലത്തിൽ ഇങ്ങനെ വെക്കുകയാണ് ചെയ്യുന്നത്. കാണുന്നില്ലേ കേട്ടോ, കറക്റ്റായിട്ട് രണ്ടും മുകൾക്ക് വരുന്ന രൂപത്തിൽ വെച്ച് കൊടുക്കേണ്ടത്. അതായത് 2 സൈഡുക്കുമായി വരുന്നത്. അതിന് ശേഷം ഇതിൻ്റെ നല്ല ഭാഗം ഈ ക്ലോത്ത് കുറച്ചൊന്ന് പണി ഉണ്ടായിട്ടോ, നല്ല ഭാഗം ചീത്ത ഭാഗം തിരിയാൻ. അപ്പോൾ കറക്റ്റിൽ തന്നെയല്ലേ അടിച്ചത് എന്നുള്ളത് ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത്. ഇപ്പോൾ കണ്ടല്ലേ ഞാൻ വെച്ചരങ്ങം എങ്ങനെയാണ് നമ്മൾ ചുരിദാർ ഇടുക അതേ രൂപത്തിൽ നല്ല ഭാഗമാക്കിയിട്ട് രണ്ടും വെച്ചിട്ടിട്ടുണ്ട്, അടിക്കാതെ തന്നെ. അതിന് ശേഷം അവിടെ ഒരു മുട്ട് സൂചി എടുത്ത് നമ്മൾ പിൻ ചെയ്ത് കൊടുക്കുക.
ആ മുട്ടുസൂചി എടുത്ത് പിൻ ചെയ്തത് എന്തിനാണെന്ന് ചോദിച്ചാൽ അത് ഇനി നമുക്ക് തിരിഞ്ഞ് പോവാതെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ മുട്ടുസൂചി എടുത്ത് പിൻ ചെയ്ത് വെച്ചാൽ നമുക്കിത് മാറൂല. കണ്ടല്ലോ, ഇതേപോലെ കറക്റ്റായിട്ട് പിൻ ചെയ്ത് വെച്ച് ഇങ്ങനെ ചെയ്താൽ എപ്പോഴായാലും നമുക്ക് മാറാതെ സ്റ്റിച്ച് ചെയ്യാൻ കഴിയും കേട്ടോ. മറ്റേത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഇത് 2 ഭാഗം ഒരുപോലെ പിൻ ചെയ്യണേ. അപ്പോൾ ഇത് കണ്ടല്ലോ, ഞാൻ കറക്റ്റായിട്ട് പിൻ ചെയ്ത ശേഷം ആ പിന്ന് ഊരിയിട്ട് കണ്ടല്ലോ മറച്ചിറങ്ങും കണ്ടില്ലേ, ശ്രദ്ധിച്ച് നോക്കട്ടോ. ബാക്ക് പോർഷനിലുള്ള ആ നല്ല ഭാഗത്തെ പീസ് ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് നേരെ ഫ്രണ്ടിലോട്ടാണ് മറിച്ച്. അങ്ങനെയാണ് കേട്ടോ അത് ചെയ്യാൻ പോണത്. കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് നോക്കാം, നന്നായിട്ട് ശ്രദ്ധിച്ച് നോക്കട്ടോ. ഞാനിതിൽ നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിലും ചെയ്യണത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകും. നന്നായിട്ട് ശ്രദ്ധിച്ച് നോക്കട്ടോ. അങ്ങനെ അവിടെയാണ് സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ ചെയ്യണേ. നിങ്ങൾ അതേ ഞാൻ ചെയ്ത പോലെ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. കറക്റ്റായിട്ട് മറിച്ചെടുക്കുമ്പോൾ അപ്പോൾ കറക്റ്റാവും കേട്ടോ. പിന്നെ ഇതിലെന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാൻ മറുപടി പറഞ്ഞില്ല. ഇത് സ്റ്റിച്ച് ചെയ്ത വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട്. അപ്പോൾ പറയാൻ മനസ്സിലായല്ലോ. നേരെ ഇങ്ങനെ പിന്നെ അത്യാവശ്യം ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് മുന്നോട്ട് മറിക്കുക, അതേപോലെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉഷാറാവും.